ഫർണിച്ചർ മാനുഫാക്ചറിംഗ് അസോസിയേഷൻ ഭാരവാഹികളുടെ അടുത്തേക്കാണ്. ഇത്രയും വണ്ടികളിലെ ഫർണിച്ചറുകളാണ് ഇനി നമ്മൾ ദുരന്തബാധിതരായ സ്ഥലത്തെ മനുഷ്യർക്ക് വേണ്ടി നൽകാൻ പോകുന്നത്. ശ്രീ ഷംസാദ് മരക്കാർ, ഒപ്പം ചെയർമാൻ റോജി അഗസ്റ്റിൻ എല്ലാവരും ഉണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കാണുന്നു എന്നറിയുന്നതിലുള്ള സന്തോഷമുണ്ട്. നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന, നമ്മൾ ഈ നിരന്തരം വാർത്ത ചെയ്യുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവികമായ ഇമ്പാക്റ്റുകൾ മാത്രമാണ് കേട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ച് മാജിക് ഒന്നുമില്ല. കുറച്ച് നല്ല മനസ്സുള്ള മനുഷ്യർ ഒരുമിച്ച് കൂടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തീരുമാനിച്ചു. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഫർണിച്ചർ കച്ചവടം നടത്തുന്നവരുണ്ട്, അവരെ വിളിച്ചു. വളരെ പെട്ടെന്ന് 200 വീടുകളിലേക്കുള്ള ഫർണിച്ചറുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറാക്കി. ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്. താങ്ക് യു. ഓക്കെ, പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു. ഇത് എങ്ങനെ നമ്മൾ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്? ഇത് കൈമാറുന്നത് കളക്ടർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ റിപ്പോർട്ടർ ടി വി ആയിട്ട് സംസാരിച്ചിട്ട് 11 മണിക്ക് എത്താൻ പറഞ്ഞു. നമ്മൾ 11 മണിക്ക് വന്നു. 1 മണി കഴിഞ്ഞപ്പോൾ കളക്ടർ വന്നു. അന്നേരം പുള്ളിക്കാരത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് 38 വണ്ടി ഉണ്ടായിരുന്നു. ബാക്കി വണ്ടികളെല്ലാം അവിടെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പ്രതീകാത്മകമായിട്ട് നമ്മൾ ആ വാഹനങ്ങൾ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ കാണാം. ഇതിനുള്ളിലെല്ലാം ഇത് ഇപ്പം മഴ പെയ്യുന്നതോടെ നമുക്ക് ഫർണിച്ചർ അഴിക്കാൻ പറ്റുന്നില്ല. ഷംസാദ് മരക്കാർ ഇവിടെയുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ കട്ടിലുണ്ട്, അലമാരയുണ്ട്, അലമാര ഉണ്ട്, ബെഡ് ഉണ്ട്, ഡൈനിങ് ചെയർ അടക്കമുള്ള ഡൈനിങ് സെറ്റ് ഉണ്ട്. അതുപോലെ ഫ്ലോർ മാറ്റ് അടക്കമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫർണിച്ചർ മേഖലയിൽ നിന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, ഞങ്ങളിപ്പോൾ പൊതുജനങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ്. അതിൽ നാട്ടുകാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഫർണിച്ചർ വ്യാപാരികൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ഉപജീവനം നടത്തുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഭാഗമായി ഞങ്ങൾ ചിന്തിച്ച് ചെയ്ത ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റ്, ഞങ്ങൾക്ക് ഈ വയനാടിന് ചെയ്യാവുന്ന, ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ ചെറുകിട മേഖലയിൽപ്പെട്ട ആളുകളാണ്. നിങ്ങൾക്കറിയാം, 2-3 ആളുകളൊക്കെ വെച്ച് ചെയ്യുന്ന ആളുകളടക്കം വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഇതിലേക്ക് തന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് വയനാടിന് ഞങ്ങൾക്ക്. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഷംസാദ്, ഇതാണ് വാഹനങ്ങൾ. ഇത് വാഹനങ്ങൾ ഷംസാദ് മരക്കാരൻ്റെ കസ്റ്റഡിയിലേക്ക് കൂടി നമ്മൾ വിട്ടുകൊടുക്കുന്നു. ആ സൈഡിൽ ഇവിടെ നിൽക്കാം പ്ലീസ്. ഈ വണ്ടി മുന്നോട്ട് എടുക്കുന്നുണ്ട് അല്ലേ? ആദ്യം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ റിപ്പോർട്ടർ TV വഴി നമ്മളൊരു 10 ലക്ഷം രൂപയുടെ കിച്ചൺ സെറ്റ് ഞാൻ കൈപ്പറ്റിയിരുന്നു. അപ്പം ഞാൻ കുറേ നേരം അരുണ ഫോട്ടോ നമ്മളത് കിറ്റാക്കി കൊടുത്തു വിടുന്നതാണ്. ഓരോ വാഹനത്തിലാണ്. അപ്പോൾ നമ്മളത് കൃത്യമായി ആളുകൾക്ക് എത്തുന്നുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് എത്താത്തൊരു പരാതി ഉണ്ടാവും, സ്വാഭാവികം. ഇന്നൊരു മണിക്കൂറിനുള്ളിൽ നമ്മളൊരു ടോൾ ഫ്രീ നമ്പർ ഔട്ട് ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അത്തരം കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾ എവിടെയാണോ വാടകയ്ക്ക് നിൽക്കുന്നത് അവിടെ ഈ സംവിധാനം നിങ്ങൾക്ക് അവിടെ എത്തിച്ച് നൽകുന്നതാണ്. ആ ടോൾ ഫ്രീ നമ്പർ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ നിങ്ങൾ തരുന്ന എല്ലാ ഫർണിച്ചറും ഏറ്റവും അർഹരായ ആളുകളുടെ കയ്യിൽ ഉറപ്പായും എത്തും. അതിനകത്ത് നിങ്ങൾക്കൊരു ഡൗട്ടും ഉണ്ടാവരുത്. നമ്മളെല്ലാവർക്കും എത്തിച്ചു കൊടുക്കും. പക്ഷേ നമുക്ക് ചില കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ അതറിയാമല്ലോ, അതിൻ്റെ ഒരു സ്വാഭാവികമാണ്. പക്ഷേ അതിനെ നമ്മൾ ഇന്നത്തോടെ ടോൾ ഫ്രീ നമ്പറിലൂടെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, നമ്മൾ നേരിട്ട് അവിടെ അറേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി ഒരു ഫ്ലാഗ് ഓഫും കൂടിയുണ്ട്. അത് ഈ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ കഴിയും. ഒരു 12 വണ്ടി വന്ന കക്കോടാം പൊയിൽ എന്ന് പറയുന്ന ഹെയ്സ്ലാൻഡ് എന്ന് പറയുന്നത് എന്താ? അത് നമ്മൾ കോർക്കിൻ്റെ ഒക്കെ മാതിരിയുള്ള ഒരു സ്റ്റിക്കറാണ് വണ്ടിൻ്റെ ബാക്കിലൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കറിൻ്റെ ഇവരെ 12 വണ്ടിയുണ്ട്, 12 സ്റ്റിക്കർ ഇവരെ കൈമാറാം. ഫൂമയ്ക്ക് വേണ്ടി നമ്മൾ കൈമാറുന്നു അല്ലേ? അപ്പോൾ ഇത് എടുത്തോളൂ. ഇത് അവിടുത്തെ സ്റ്റിക്കർ. ഓക്കെ, താങ്ക് യു. പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. ഇത് ജെനുവിനായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുമോ എന്നുള്ള ഞങ്ങളുടെ നേരത്തെ മിസ്റ്റർ അഗസ്റ്റിനുമായിട്ട് പോലും അല്ല, അങ്ങനെ വന്നിട്ടാണ് നേരിട്ട് വന്ന കളക്ടറുമായിട്ട് ADM-ആയിട്ട് നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടാണ് കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചത്. ഞങ്ങൾ നേരിട്ട് ആ കാര്യത്തെപ്പറ്റി പുള്ളിയായിട്ട് സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഡൗട്ടുണ്ട്, അത് കാരണമാണ് ഞാൻ കൊണ്ടുവരാൻ ഡിലേ വരുന്നത് എന്ന്. തീർച്ചയായും റിപ്പോർട്ടറിനെ വിശ്വസിച്ചതിന് നന്ദി. ഇനിയിപ്പോൾ ഞങ്ങളുടെ ജോലി കൈമാറി, ഇനി അത് ഷംസാദിനെ ഏൽപ്പിച്ചു. ഷംസാദിന് അതിനകത്ത് വീഴ്ച വന്നാൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അതുകൂടിയുണ്ട്. അപ്പോൾ ഷംസാദ് ഒരിക്കലും അങ്ങനെ വീഴ്ച വരുന്നില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യാം. അതെ, അത് അർജുൻ. അപ്പോൾ അർജുൻ കല്യാൺ നമുക്ക് ഷംസാദ് മരക്കാരൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. നമുക്ക് വണ്ടിയുടെ മുന്നിൽ അത് ഫ്ലാഗ് ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ റീബിൽഡിംഗ് വയനാടിൻ്റെ ഭാഗമായുള്ള ഇന്നത്തെ 2ാമത്തെ ഫ്ലാഗ് ഓഫാണ് പ്രേക്ഷകർ കാണുന്നത്. ഓക്കെ, എല്ലാവരും കൂടി അവിടെ. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മെർച്ചൻസ് വെൽഫെയർ അസോസിയേഷൻ നൽകുന്ന 4 കോടി രൂപയുടെ ഫർണിച്ചറുകളാണ്. 400 വീടുകൾക്കുള്ള ഫർണിച്ചറുകളിൽ 200 വീടുകൾക്കുള്ള ഫർണിച്ചർ ഇന്ന് വാടക വീടുകളിലേക്ക് എത്താൻ വേണ്ടി കളക്ടറേറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഷംസാദ് മരക്കാരനെ നമ്മൾ ഏൽപ്പിച്ചു. ഷംസാദ് മരക്കാർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ഫർണിച്ചറുകളും ദുരന്തബാധിതരുടെ വീടുകളിലേക്ക്. ബാലകൃഷ്ണൻ,
ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, വലിയ അവസരമാണ്. ഇത്രയും ഒരു നന്മയുടെ ഒരു സന്ദേശം അതിൻ്റെ ഒരു ഏജൻസി ആയിട്ട് മാറാൻ റിപ്പോർട്ടർ ടി വിക്ക് കഴിഞ്ഞതിലും വലിയ സന്തോഷമുണ്ട് അല്ലേ? റിപ്പോർട്ടർ ടി വിയോടൊപ്പമാണ് നിങ്ങൾ സഹകരിക്കാൻ തീരുമാനിച്ചത്. അത് എന്തായാലും റിപ്പോർട്ടർ ടി വി ഈ കാര്യത്തിൽ എടുത്തുള്ള ഒരു ഇനിഷ്യേറ്റീവ് അപ്രീഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തത്. അപ്പോൾ ആ നിലപാടിനോട് ഞങ്ങൾക്കുള്ള സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇതെല്ലാം കൃത്യമായി അതിൻ്റെ എന്താണ് വേണ്ട ആളുകൾക്ക് തന്നെ എത്തിച്ചേരട്ടെ എന്നും ആശംസിക്കുന്നു. So flag off please. Yes.